BMW GS എന്ന് പറഞ്ഞ വേരിയൻറ്റ് G&S സ്റ്റാൻഡ്സ് ഫോർ ഓൺ റോഡ് ആൻഡ് ഓഫ് റോഡ് ഇൻ ജർമ്മനി. ഇത് BMW എന്ന ബ്രാൻഡിൻ്റെ വണ്ടിയായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാർട്സ് ആൻഡ് അതർ തിങ്സ് ആർ ഗോയിങ് ടു ബി വെരി എക്സ്പെൻസീവ്. അതേപോലെ സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ ഷോറൂം ആൻഡ് സർവീസ് സെൻ്റർ കുറവായിരിക്കും. ഇതിൻ്റെ റൈഡ് കംഫർട്ട്, സീറ്റ് കംഫർട്ടൊക്കെ അമേസിങ് ആണ്. ലോങ് റൈഡൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബാക്ക് പെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു BMW വണ്ടിയായതുകൊണ്ട് ഇപ്പോൾ സാധാരണ ഞങ്ങൾ സർവീസ് സെൻറ്ററിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാ ഷോപ്സിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അധികം ആൾക്കാരും ഇത് ചെയ്യൂല എന്ന് തന്നെ പറയും. ഓക്കെ, അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അത് ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ ലുക്ക് ആൻഡ് ഫീൽ അമേസിംഗ് ആണ്. ഇത് പർച്ചേസ് ചെയ്തത് 2023 ഓഗസ്റ്റിലാണ്. നിയർലി 1 ഇയർ ആവാറായി. അത് BMW മോട്ടോർ റോഡ് കോഴിക്കോട് ഷോറൂം, EVM മോട്ടോർ റോഡ് ഷോറൂം എന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഓണത്തിൻ്റെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഒരു 25,000 ഒക്കെ ലെസ് ആയിട്ടാണ് ഞങ്ങൾ കിട്ടിയത്. പിന്നെ ഈ വണ്ടി ഒരു ലോങ്ങൊക്കെ പോകാൻ നല്ല സുഖമാണ്. അതേപോലെ കുണ്ടും കുഴിയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഓക്കെ, ഇതിന് കിട്ടിയ എട്ടിൻ്റെ പണി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം കാണിച്ചത്. ഓക്കെ, ഇത് ഞങ്ങൾ പാർക്ക് ചെയ്തെടുക്കുന്ന ഡോഗ്സ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ടയറിൻ്റെ വാൾവ് കട്ട് ചെയ്ത് കൊണ്ടിട്ട് റിയറിലാണ് ഫ്രണ്ടിൻ്റെ കട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഭാഗ്യം കൊണ്ട് നടന്നില്ല. അത് പോരാണ്ട് ഒരു പണി കൊടുക്കാം. സൈഡ് സ്റ്റാൻഡ് സെൻസറിൻ്റെ കേബിളും കട്ട് ചെയ്തു. ഈ കേബിൾ കട്ട് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പിന്നെ ഗിയർലെസ് സ്റ്റാർട്ടാവും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ 3 വയർ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിൽ ഗ്രീൻ ബ്ലാക്ക് ഒഴികെയുള്ള 2 വയറുകൾ യോജിപ്പിച്ചാൽ വണ്ടി ഗിയർലെസ് സ്റ്റാർട്ടാവും. ഇതിൽ ഞങ്ങൾക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ റിയർ വീലിൽ തീരെ എയർ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് റിയർ വീല് റിമൂവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾ BMWയുടെ സർവീസിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് പിക്കപ്പ് ചെയ്തെടുത്ത് കൊണ്ടുപോയിക്കും. നിങ്ങളൊരു 4,000 സംതിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ 150 കിലോമീറ്റേഴ്സിനുള്ളിലാണെങ്കിൽ നിങ്ങളെ വണ്ടി എടുത്ത് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഫ്രണ്ട് വീലിൻ്റെയും ആ ഒരു ട്യൂബിൻ്റെ വാൾവ് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. സോ വി ഹാഡ് ടു റീപ്ലേസ് ബോത്ത്. ഈ വണ്ടി വൺസ് ഇൻ എ ഇയർ ആണ്, അല്ലെങ്കിൽ 10,000 കിലോമീറ്റേഴ്സിലാണ് സർവീസ് ചെയ്യുന്നത്. അതേപോലെ ഇൻഷുറൻസ് ഒക്കെ അറൗണ്ട് 7,000 റുപ്പീസോളം വരും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇൻഷുറൻസ് റിന്യൂ ചെയ്യേണ്ട ടൈമായി. ഈ ടൈം ഓഗസ്റ്റ്, ഇപ്പോൾ ജൂലൈ ആണ്, ഓഗസ്റ്റിൽ റിന്യൂ. ഓക്കെ, പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഉള്ളിൽ കുറേ പാർട്സൊക്കെ ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ വാങ്ങിയ സമയം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഹാൻഡിൽ ബാർ അല്ലെങ്കിൽ ഹാൻഡ് ഗാർഡ് ഫിറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ നല്ലൊരു ക്രാഷ് ഗാർഡും ഫിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ വണ്ടി
നല്ല ഈസിയാണ്. അതേപോലെ ഇത് ലേഡീസിനൊക്കെ കയറിയിരിക്കാനും പോകാനൊക്കെ സുഖം തന്നെയാണ്. കുറച്ച് ഇനീഷ്യൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.